ഹായ് ഹലോ ഇറ്റ്സ് മീ ജിബിയ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. നമ്മൾ റീസെൻ്റ്ലി ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയൊരു നെയിൽ എക്സ്റ്റൻഷൻ എങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നെയിലാക്കി മാറ്റി സെറ്റാക്കാം കയ്യിലെന്ന് ഒന്ന് നോക്കിയാലോ. അപ്പം ഞാൻ ഒത്തിരി ലെങ്തി വീഡിയോ ആക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാനിപ്പോൾ നമുക്കിവിടെ ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ സ്കെറ്റിൽസിൻ്റെ കുപ്പി കണ്ട് നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ നെയിൽസ് അതിലാണ് കെപ്റ്റ് ചെയ്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. കാരണം എനിക്ക് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകാൻ പാകത്തിന് ഞാൻ അതിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ പഴയ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാനായിട്ടൊരു നെയിൽ റിമൂവർ വേണം. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയൊരു നെയിൽ റിമൂവറാണ്, നല്ലതാണ്, എനിക്കിഷ്ടപ്പെട്ടു. പെട്ടെന്ന് തന്നെ നെയിൽസിലുള്ള ഈ നമ്മുടെ നെയിൽ പോളിഷ് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്കൊരു നെയിൽ കട്ടർ വേണം, മസ്റ്റാണ്. കാരണം നമ്മൾ മേടിച്ചിരിക്കുന്ന നെയിലിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ചിലപ്പം വളരെ വലിപ്പം കൂടുതലായിരിക്കും നമ്മുടെ കൈയുടെ നെയിൽസിനെ വെച്ചിട്ട്. അപ്പോഴത്തേക്കും അതൊന്ന് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു നെയിൽ കട്ടർ കൂടെ എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പം ജസ്റ്റ് പിന്നെ നമ്മുടെ നെയിൽസ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിലിടാനായിട്ട് നെയിൽ പോളിഷും ഇത്രയും മതി. അപ്പം ഞാനിവിടെ ഓരോ നെയിൽസായിട്ടിങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇതിൽ വന്നിരിക്കുന്ന നെയിൽസ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ പെർഫെക്റ്റ് നെയിൽസ് ആയിരിക്കത്തില്ല. അതായത് എന്താ പറയുക, നമ്മുടെ നെയിൽസിന് കറക്റ്റ് ആയിരിക്കില്ല. അപ്പം നമ്മളത് കട്ടൊക്കെ ചെയ്ത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് പിന്നെ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്താലേ ഇത് നമ്മുടെ ഹാൻഡ്സിൽ അല്ലെങ്കിൽ കൈകളിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പം ഞാൻ അതിനായിട്ട് ഓരോ നെയിൽസ് എടുത്തിട്ട് നമ്മുടെ നെയിൽസിന് അത്യാവശ്യം ചേരുന്ന നെയിൽസ് എടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് എൻ്റെ നെയിൽസിന് പറ്റുന്ന രീതിയിൽ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിൻ്റെ കൂടെ നമുക്കൊരു നെയിൽ ഗ്ലൂ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു നെയിൽ ഗ്ലൂ ആണ്. ഒരു 1 day 2 day ഒക്കെ നമ്മുടെ നെയിൽസ് ഒരു കുഴപ്പമില്ലാതെ നമ്മുടെ നെയിൽസായിട്ട് സെറ്റായിട്ടിരുന്നോളും. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു നെയിൽ ഗ്ലൂ തന്നെയാണ്. അത്യാവശ്യം നല്ല ഒട്ടുന്ന രീതിയിലുള്ളതാണ്. അതായത് ഇപ്പോൾ ഇൻ കേസ് അങ്ങനെ ഒത്തിരി ഡേയ്സ് ഇരിക്കണമെന്നുള്ള ജസ്റ്റ് ഒരു ഫെവിക്യൂക്കൊക്കെ മേടിച്ച്, നെയിൽസിൻ്റെ തന്നെ ഫെവിക്യൂക്ക് പോലത്തെ ഇത് കിട്ടും, അപ്പോൾ അത് മേടിച്ച് യൂസ് ചെയ്യുക. അതിലൊക്കെ നല്ലത് ഇത് തന്നെയായിരിക്കും. പിന്നെ ഇതൊന്നും യൂസ് ചെയ്യുന്നത് നെയിൽസിന് അത്ര ബെറ്റർ ആയിരിക്കില്ല. നമ്മളെന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളോ, ഞാൻ ആദ്യമായിട്ടാണിത് യൂസ് ചെയ്യുന്നത്, മേടിച്ചു ഫസ്റ്റ് ടൈമാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം എനിക്കെൻ്റെ ഒറിജിനൽ നെയിൽസ് തന്നെയാണ് ഇഷ്ടം. ഇങ്ങനെ ഓവറായിട്ട് എക്സ്റ്റൻഷനൊന്നും വെക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എങ്കിലും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തപ്പം ജസ്റ്റ് ഒരു വീഡിയോ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനിപ്പം പ്രഗ്നൻ്റ് ആയിട്ടൂടെ ഇരിക്കുന്നതുകൊണ്ട് ഇതൊന്നും ഇപ്പം നല്ലതല്ല. എങ്കിൽ കൂടെ ഈ നെയിൽസിൻ്റെ ഗ്ലൂ എന്ന് പറയുന്നത് അത്ര ഒരു ഹാംഫുൾ അല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ഫെവിക്യൂക്കൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നെയിൽസിന് ഭയങ്കര ഹാംഫുള്ളായിട്ട് അഫക്റ്റ് ചെയ്യും. കാരണം അതൊക്കെ ഭയങ്കര ഹൈ ലെവൽ ഓഫ് ഗ്ലൂസൊക്കെ ആണല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹാൻഡ്സിന് അത്യാവശ്യം നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോർമലി ഇതിൽ തന്നിരിക്കുന്ന ഗ്ലൂസ് തന്നെ യൂസ് ചെയ്ത് നമുക്കൊരു 2 ദിവസം വരെ നെയിൽസ് ഒരു കുഴപ്പമില്ലാതിരുന്നോളും. ഞാനിങ്ങനെ ടച്ചൊക്കെ ചെയ്ത് നോക്കിയിട്ടും അങ്ങനെ കുഴപ്പമൊന്നും ഇല്ല, ഒരു കുഴപ്പമില്ല, ഇരുന്നോളും. അപ്പം ഇത് ശരിക്കും ക്ഷമയൊക്കെ വേണ്ട പരിപാടിയാണ്. അത്യാവശ്യം നല്ല ക്ഷമ വേണം. ഒരു 1 hour, കുറഞ്ഞൊരു 45 minutes ഇതിനു വേണ്ടി നമ്മൾ ഇരിക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ നെയിൽസ് പോലെ തന്നെ ഇരിക്കുന്ന രീതിയിൽ സെറ്റാക്കണമെങ്കിൽ ഒരു 45 minutes, 13 to 45 minutes മസ്റ്റായിട്ട് നമ്മൾ ഇതിനു വേണ്ടി ഇരിക്കണം. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ എന്താ പറയുക, അത്യാവശ്യം അത്ര എഫേർട്ട് ഇതിന് കൊടുത്തില്ല. കാരണം ഞാനിത് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്, അല്ലാതെ എന്തെങ്കിലും ഫംഗ്ഷന് പോകാൻ. ഇപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ യാതൊരു വിധ ഫംഗ്ഷനോ കാര്യങ്ങൾക്കോ ഒന്നും ഞാൻ പോകാറില്ല. പിന്നെ ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഞാൻ ഈ നെയിൽസ് ജസ്റ്റ് കളയും. കാരണം ഇതിനു വേണ്ടി മാത്രമാണ്. ഇത് ഇപ്പോൾ എനിക്ക് പ്രഗ്നൻസിയുടെ എപ്പോഴും ഡെലിവറി ടൈമെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഈ നെയിൽസും വെച്ചുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിലേക്കൊന്നും പോകാനായിട്ടൊന്നും പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇപ്പം തന്നെ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞൊരു 10 minutes വെച്ചാലായി. അപ്പം തന്നെ ഞാനിത് കളയും. പിന്നെ ഇത് കുറേ പേർക്ക് ഡൗട്ടുള്ളൊരു കാര്യമായിരിക്കും, എനിക്കും ഉണ്ടായിരുന്നു, എങ്ങനെ ഇത് കളയുന്നത്, ഇത് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ ഈ ഗ്ലൂ വെച്ച് ഒട്ടിച്ചും പോയി, അപ്പം നമ്മളിത് എങ്ങനെ കളയുമെന്നൊക്കെ ഇങ്ങനെ ഡൗട്ടുള്ളവർ കാണും. അപ്പം ഇത് കളയാനായിട്ട് വലിയ പാടൊന്നുമില്ല. ജസ്റ്റ് ചെറിയൊരു ചൂടുവെള്ളം എടുക്കുക, ഒത്തിരി ചൂടെന്നല്ല, ചെറിയ ചൂടുവെള്ളം എടുത്തിട്ട് നമ്മൾ ഈ നെയിൽസ് ജസ്റ്റ് ഈ വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്ത് പിടിക്കുക. ഒരു 5 minutes, നമുക്ക് സമയമുണ്ട് വെച്ചാൽ 10 minutes പിടിക്കുകയാണെങ്കിൽ അത്ര എഫേർട്ട് കുറവുണ്ട്. അപ്പോൾ 10 minutes പിടിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് അപ്പം തന്നെ ഇളകി അങ്ങ് നമ്മുടെ ഒറിജിനൽ നെയിൽസിൽ നിന്ന് ഇളകിപ്പൊക്കോളും. പിന്നെ ഇത് എപ്പോഴും നമ്മൾ ചെയ്യുന്നതും നമ്മുടെ നെയിൽസിന് അത്ര നല്ലതായിരിക്കില്ല. ഈ ഗ്ലൂ ഒന്നും നല്ലതായിരിക്കണമെന്നില്ലല്ലോ.
നല്ലത്, അതായത് ഒത്തിരി സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്ന ഗ്ലൂ അല്ലെങ്കിലും എന്നും നമ്മൾ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു കുറേ തവണ ആഴ്ചയിൽ ഒരു 5 days ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും എന്ത് പറ്റും, നെയിൽസിന് അത്യാവശ്യം നല്ല രീതിയിൽ എഫക്റ്റ്, അതായത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ എന്തെങ്കിലും ഇപ്പം വീട്ടുജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ ഒറിജിനൽ നെയിൽസ് എപ്പോഴും ഇങ്ങനെ കെയർ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇപ്പം പാത്രമൊക്കെ ഡെയിലി കഴുകുന്നവരാണെങ്കിൽ നമ്മുടെ നഖം ജസ്റ്റ് ഒന്ന് പൊട്ടും, അപ്പം നമ്മളത് അവിടെ വെച്ച് വെട്ടിക്കളയും. നമ്മൾ അങ്ങനെ സൂക്ഷിക്കണമെന്നില്ലല്ലോ, അപ്പം അങ്ങനെ. പക്ഷെ ഞാൻ എൻ്റെ നെയിൽസ് അത്യാവശ്യം നല്ല രീതിയിൽ കെയർ ചെയ്യും. എനിക്കിഷ്ടമാണ്, എൻ്റെ ഒറിജിനൽ നെയിൽസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഈ എക്സ്റ്റൻഷനൊന്നും അങ്ങനെ താല്പര്യമില്ല. പക്ഷേ ലാസ്റ്റ് ഇത് വെച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ജസ്റ്റ് ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. കാരണം ഒറിജിനൽ പോലെ തന്നെ എനിക്ക് തോന്നിയത്. അത് ഇതെന്ന് പറയുന്നത് ഓക്കെയാണ്. അതായത് നമ്മുടെ ഒറിജിനൽ നാഗത്തിൻ്റെ അത്രയും പെർഫെക്റ്റ് ആണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. പക്ഷേ നമ്മളൊരു പെട്ടെന്നൊരു ഇപ്പം നെയിൽസ് ഇല്ലാത്ത അവസ്ഥയിൽ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഫംഗ്ഷന് പോകുമ്പോൾ ജസ്റ്റ് ഇത് ഓക്കെ പ്രൊഡക്റ്റാണ്, നല്ലതാണ്, എനിക്കിഷ്ടമാണ്. അപ്പം നമുക്ക് ബാക്കി വീഡിയോയും കൂടെ കണ്ടിട്ട് ലാസ്റ്റ് എന്താണിത് ആവുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റൗണ്ട് ഷേപ്പ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഇത് റൗണ്ട് ഷേപ്പിൽ കളഞ്ഞാൽ മതി. ഞാൻ ആദ്യം സ്ക്വയർ ഷേപ്പിലായിരുന്നു വെച്ചത്. അപ്പോൾ സ്ക്വയർ ഷേപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. പിന്നെ എനിക്ക് സ്ക്വയർ ഷേപ്പാണ് എൻ്റെ ഒറിജിനൽ നഖം ഇഷ്ടം. പക്ഷേ എങ്കിൽ പോലും ഈ എക്സ്റ്റൻഷൻ വെക്കുമ്പോൾ ഒന്നുകൂടെ ബെറ്റർ എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്പ് നഖമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാനത് റൗണ്ട് ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് വെട്ടി. നല്ല ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം അത്യാവശ്യം ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ എവിടെയെങ്കിലും കയറിപ്പോയി കഴിഞ്ഞാൽ ആ നഖം കംപ്ലീറ്റ്ലി എടുത്ത് കളയേണ്ടി വരും. കാരണം ഒരു നഖത്തിൻ്റെ ഷേപ്പ് മാറിയിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കുമല്ലോ. അതുകൊണ്ട് അത്യാവശ്യം ശ്രദ്ധിച്ച് ചെയ്യണം. ക്ഷമയോടുകൂടി ചെയ്തെങ്കിൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ ഫേസ് കാണിച്ചിട്ടില്ല. ഫേസ് റിവീൽ ചെയ്യാത്തതിന് വേറെ കാരണങ്ങളുണ്ട്. ഞാൻ എണീറ്റിട്ട്, അതായത് എണീറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണീറ്റ് ഉടനെ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പം ജസ്റ്റ് ചെയ്യാമെന്ന് ഏതായാലും എനിക്കൊന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, ഇതൊന്ന് ചെയ്ത് നോക്കാമെന്ന്. മേടിച്ചിട്ട് കുറേ നാളായതാണ്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാമെന്നുള്ളൊരു ക്യൂരിയോസിറ്റി വന്നു. അപ്പം ജസ്റ്റ് ഒരു വീഡിയോ ആക്കിയിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ടായിരുന്നു. അപ്പം കാണാൻ ആഗ്രഹമുള്ള കുറച്ച് പേർക്കെങ്കിലും കാണാമല്ലോ. ഇനി കണ്ടില്ലെങ്കിലും എനിക്കാണെങ്കിൽ പോലും പിന്നീട് എടുത്തത് കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പം ഏതായാലും സമയം പോകും, അപ്പം പിന്നെ ജസ്റ്റ് ഒരു വീഡിയോ ആക്കി എടുത്തേക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ബ്ലാക്ക് കളർ നെയിൽ പോളിഷാണ്. ബ്ലാക്ക് കളർ എന്ന് പറയുമ്പം എനിക്ക് ബ്ലാക്ക് അല്ല, ഒരു ഗ്രേ പോലത്തെ കളറായിരുന്നു. പക്ഷേ അത് നല്ലൊരു കളറായിരുന്നു. അതായത് ഇതിനകത്ത് എത്രത്തോളം ഓക്കെ ആണെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ എത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല. അത്യാവശ്യം നല്ലൊരു ഷെയ്ഡായിരുന്നു ആ നെയിൽ പോളിഷിൻ്റെ. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലാക്ക് കളർ ഇട്ടു. പിന്നെ നമ്മൾ നെയിൽസ് ഒട്ടിക്കുമ്പം ശ്രദ്ധിക്കണം, നല്ലപോലെ പ്രസ് ചെയ്ത് കുറച്ച് നേരം പിടിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഒറിജിനൽ നെയിൽസും ഇതുമായിട്ട് പൊങ്ങിയിരിക്കുന്നൊരു ഫീൽ വരും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് അമർത്തി പിടിക്കുക. അപ്പം നമ്മുടെ നെയിൽസിനോട് അത് അത്യാവശ്യം നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ആയിട്ട് താന്ന് തന്നെ ഇരിക്കും. ഇല്ലെങ്കിൽ ജസ്റ്റ് പൊങ്ങി ഇരുന്നിട്ട് വൃത്തികേടായിരിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ 2 കോട്ട് അടിക്കണം ഇതിന്. ഈ നെയിൽസ് വെച്ച് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കോട്ട് അടിക്കുമ്പോഴത്തേക്കും നെയിൽസിലേക്ക് ഇത് കുറച്ച് ഇതായി പോവുകയാണ്. അപ്പോൾ സെക്കൻഡ് കോട്ട് ഒന്നുകൂടെ അടിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ല, പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും. ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഏറെക്കുറെ ഒറിജിനൽ പോലെ തന്നെയാണ്. അത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒറിജിനൽ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. നല്ല രസമുണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഇപ്പം വേറെ എനിക്കെന്ന് പറയുന്ന ബ്ലാക്ക്, ബ്രൗണ്, ബ്ലൂ അങ്ങനെയുള്ള കളേഴ്സിനോടൊക്കെയാണ് താല്പര്യം. അപ്പോൾ നിങ്ങൾ ലൈറ്റായിട്ടുള്ള നെയിൽ കളേഴ്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതടിച്ചാലും അടിപൊളിയായിരിക്കും. പിന്നെ ഞാൻ എന്തടിച്ചാലും എനിക്ക് ഇപ്പോൾ ഉള്ളൊരു ക്രേസ് എന്ന് പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ന്യൂഡായിട്ടുള്ളൊരു
ഇതുകൂടി ഇട്ട് വിടും ഞാൻ. കാരണം ഗ്ലിറ്റേഴ്സ് പോലത്തെ അതെനിക്കിഷ്ടമാണ്. ഗ്ലിറ്റേഴ്സ് ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയും വരും. ഇപ്പം നമ്മുടെ ചുമ്മാത്ത ഒറിജിനൽ നഖമാണെങ്കിൽ പോലും ഗ്ലിറ്റേഴ്സ് ചുമ്മാ ഇട്ട് കഴിഞ്ഞാൽ ഒരു നല്ലൊരു പെർഫെക്റ്റ് രീതിയിലേക്ക് വരും. അപ്പം ഞാൻ അതും ഇട്ടു. അപ്പം ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ അപ്പുറത്തെ റൈറ്റ് ഹാൻഡിൽ ഇടാൻ പോയില്ല, കാരണം ഇത് പറിച്ച് കളയേണ്ടതാണ് ഏതായാലും. പിന്നെ റൈറ്റ് ഹാൻഡിലും കൂടി ഇടുന്നത് എന്തിനാന്ന് ഓർത്ത് ഞാൻ ഇട്ടില്ല. ഇൻ കേസ് നിങ്ങൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാണെങ്കിൽ 2 ഹാൻഡ്സിലും ഇങ്ങനെ നെയിൽസ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു റിങ് എടുത്തിട്ടാന്ന് വെച്ചു. ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടോ അങ്ങനെ ഓർണമെൻറ്റ്സോ അല്ലെങ്കിൽ മോതിരമോ ഒന്നും തന്നെ ഇടാറില്ല. കാരണം ഇപ്പം അത്യാവശ്യം നീരൊക്കെ ഉള്ള സമയമല്ലേ, അപ്പോൾ എനിക്കൊന്നും തന്നെ ചേരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടാറില്ല. പക്ഷെ ഞാനിത് ചെയ്തപ്പം എനിക്ക് ജസ്റ്റ് ഒരു റിങ് എടുത്തിടണമെന്ന് തോന്നി, ഞാൻ ജസ്റ്റ് ഇട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഞാൻ കാണിക്കാം. ഇത് ഡാർക്ക് അല്ല കേട്ടോ, ഏറെക്കുറെ ഒരു ഗ്രേ കളറാണ് ക്യൂടെക്സിൻ്റെ നിറം. അതിൻ്റെ കൂടെ ഒരു ഗ്ലിറ്ററും കൂടെ വന്നപ്പോൾ ഒരു നല്ല എഫക്റ്റാണ്. പിന്നെ നോർമൽ നമ്മുടെ നെയിൽസ് പോലെ തന്നെയാണ്, ഇളകിയൊന്നും പോകത്തൊന്നുമില്ല, സൂപ്പറാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.